നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ് എന്ന വാർത്ത കൂടി ഇപ്പോൾ പ്രേക്ഷകരെ തേടിയെത്തുകയാണ്. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കേസ്. തിരുവനന്തപുരത്ത് നടിയുടെ പരാതിയിൽ കരമന സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറും. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് നമുക്കൊപ്പം. ഉമേഷ് ബാലകൃഷ്ണൻ, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയ നടിയുടെ പരാതിയിന്മേലാണോ ഈ കേസും? തീർച്ചയായും തിരുവനന്തപുരം സ്വദേശിയായ കരമന സ്വദേശിയായ ആദ്യം ജൂനിയർ ആർട്ടിസ്റ്റായിരുന്ന ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനം കൂടി ചെയ്യുന്ന ആ നടിയുടെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലും അതിനുശേഷം ഇന്നലെ ഐശ്വര്യ ഡോങ്ലെ SIT ടീം അംഗമായ ഐശ്വര്യ ഡോങ്ലെ ഇവരുടെ മൊഴി എടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. കേസ് 354A അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതായത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളല്ല രണ്ടാമത്തെ കേസിലും ചുമത്തിയിരിക്കുന്നത്. കേസിന് ആസ്പദമായ സംഭവം 2013 സംഭവിക്കുന്നത്. 2013 തൊടുപുഴ ഒരു സിനിമാ ലൊക്കേഷൻ, അതായത് അതൊരു പന്നി ഫാമായിരുന്നു. ആ പന്നി ഫാമിൽ വെച്ച് ഒരു സിനിമാ ലൊക്കേഷനിലായിരുന്നു ഈ ഒരു അതിക്രമം നടക്കുന്നത് എന്നാണ് മൊഴിയിൽ പറയുന്നത്. അവിടെ എത്തിയപ്പോൾ ആ സമയം ആ സ്ത്രീ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ആ സമയം ജയസൂര്യ തന്നെ ബാത്റൂമിലേക്ക് പോകുന്ന സമയം കയറി പിടിക്കുകയായിരുന്നു എന്നും പിറകിൽ നിന്ന് കയറി പിടിക്കുകയായിരുന്നു എന്നാണ് മൊഴി. എന്തായാലും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കരമന പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ സംഭവം നടക്കുന്നത് തൊടുപുഴയാണ്. അതുകൊണ്ട് തന്നെ തൊടുപുഴ സ്റ്റേഷനിലേക്ക് കേസ് മാറ്റും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോടക്കം ഈ ചർച്ചകളിലടക്കം പങ്കെടുത്ത നടിയാണ്. ഇന്ന് 11 മണിക്ക് ഇവരുടെ ഒരു വാർത്താ സമ്മേളനം വെച്ചിട്ടുണ്ട്. അതിൽ പേര്, അതായത് തന്നെ ആക്രമിച്ച നടൻ്റെ പേര് വെളിപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും നേരത്തെ തന്നെ, അതായത് തുടക്കത്തിൽ തന്നെ തനിക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന കാലഘട്ടത്തിൽ തനിക്ക് ഒരു ജൂനിയർ നടൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള അതിക്രമം ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊന്നും പരാതി നൽകാൻ തയ്യാറായില്ല. മാധ്യമങ്ങളുടെ പേര് വെളിപ്പെടുത്താനും തയ്യാറായിരുന്നില്ല. ഇത്തരത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമേ പേര് പറയൂ എന്നായിരുന്നു അവരുടെ നിലപാട്. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് 11 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നും അറിയിച്ചിരിക്കുന്നത്. ശരി ഉമേഷേ, നമുക്ക് നോക്കാം. രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ ജയസൂര്യക്കെതിരെ ഇപ്പോൾ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ മറ്റൊരു പരാതിക്കാരി പരാതി നൽകുമ്പോൾ ഒരുപാട് പേരുടെ പരാതി പറഞ്ഞ കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന സിനിമാ ചിത്രീകരണത്തിനിടയിലാണ് ജയസൂര്യ തന്നോട് മോശമായി പെരുമാറിയതെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ മറ്റൊരു നടി കൂടി നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, തൊടുപുഴയിലെ സെറ്റിൽ വെച്ച് തന്നോട് മോശമായി പെരുമാറി. ആ പരാതിയാണ് ഇപ്പോൾ കേസായി മാറിയിരിക്കുന്നത്. മൊഴി കൊടുത്തു. ഇന്നിപ്പോൾ പ്രസ് മീറ്റിൽ വെച്ച് ഈ നടൻ്റെ പേര് പറയും എന്നാണ് നടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ നടിയുമായി നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ മറ്റു ചില കാര്യങ്ങളിൽ നടിയുടെ ചില നിലപാടുകളും നടിയുടെ ചില അവകാശവാദങ്ങളും എല്ലാം നമ്മൾ ഇന്നലെ കണ്ടു. അതെങ്ങനെയാണ് യാഥാർത്ഥ്യമല്ലാത്തതെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഈ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും കേസ് മുന്നോട്ട് തന്നെ പോകും.